ഹായ്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഋത്തിക്കാനായിട്ടെല്ലാം സ്കൂളിൽ പോയിന് 2-3 ദിവസമായിട്ട് ഒരു മഴയാന്ന്. പുറത്ത് ചെയ്യാൻ കഴിയാത്ത അങ്ങനത്തെ ഒരു മഴ. നമ്മളുടെ തോട്ടിലും എല്ലാം വെള്ളം നിറഞ്ഞു. അപ്പോൾ എല്ലാവരും അങ്ങനെ നല്ല മഴയാന്ന് കേൾക്കുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇന്നലെ വീഡിയോ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മളൊരു 2 ദിവസം മുന്നേ പറഞ്ഞതിനും നമ്മളെ ഋത്തിക്കിന് ചെറിയൊരു ഹോസ്പിറ്റൽ കേസായിട്ട് ഇതായിട്ട് നമ്മൾ കാര്യം പറഞ്ഞതിനും അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും പറയുന്നത് നമ്മളെ കുടുംബത്തിൽ. അപ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ അറിയിക്കാൻ വെച്ചിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്തത്. ചെറിയൊരു സർജറി വേണേനും ഋത്തിക്കിന്. അവന് നമ്മളെ വയറിറക്കം ഇങ്ങനെ കുളിപ്പിക്കുമ്പോൾ ഒരു ദിവസം കണ്ടതാണ് ഇവിടെ ഇങ്ങനെ താഴോട്ട് കാലിൻ്റെ അടുക്കായിട്ടൊരു ചെറിയൊരു വണ്ണം. അപ്പോൾ അങ്ങനെ അത് കാണിച്ചു. നമ്മളുടെ നാട്ടിൽ കാണിച്ചപ്പോൾ അവർ കണ്ണൂർ ബട്ട് ഡോക്ടർ എടുക്കുക, അശോകയിൽ ബട്ട് ഡോക്ടർ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ അവിടെ പറഞ്ഞു, അങ്ങനെ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി കാണിച്ചിട്ട് അവരിപ്പോൾ പറഞ്ഞു ചെറിയൊരു സർജറി ആയിട്ട് ചെയ്യണം. അത് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു നമ്മളത് പോയിട്ട്, 1.5 ആഴ്ചയായി. അപ്പോൾ ഒരു ഡേറ്റ് തന്നേനും. അപ്പോൾ ഈ വരുന്ന തിങ്കളാഴ്ചയാണ് സർജറിൻ്റെ ഡേറ്റ് അവർ തന്നത്. അപ്പോൾ അവന് കളിക്കുമ്പോൾ ഒന്നും കുഴപ്പമില്ല, വേറെ പ്രശ്നമോ കാര്യങ്ങളോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഓനില്ല. അതെ, ഓന് അങ്ങനെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഓൻ അങ്ങനെ അതിനെപ്പറ്റി ഒന്നും ഏലുകേടൊന്നുമില്ല. അത് പണ്ട് കുട്ടികൾക്കെല്ലാം അങ്ങനെ ഉണ്ടാകലുണ്ട്. ഒരു ഹെർണിയ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഈ കയലൊക്കെ ഇങ്ങനെ ഒരു ചെറുങ്ങനെ ഒരു തടിപ്പ് പോലെയാന്ന് തോന്നിയിനി. എന്നെ കൊണ്ട് കാണിച്ചിനെ മക്കളെ. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ തോന്നിയ മക്കളെ, ഇതൊന്നും അങ്ങനെ കാണുന്നില്ല എനിക്കെന്ന് പറഞ്ഞു. അത് ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് കുറച്ച് തോന്നുന്നുണ്ട്, കാണുന്നുണ്ട്. അത് ഞാൻ അങ്ങനെ ഇതാ നിൽക്കില്ല. അപ്പൊ വിജുവാട്ടനാണ് കുളിപ്പിക്കുമ്പോ അത്. അപ്പൊ നമ്മൾ ഈ കുട്ടികളെ കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കാം. അത് എപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണ്ടേ അങ്ങനത്തെ ചെറിയ. അപ്പോൾ നമുക്കത് അതിന്റെ ഗ്രോത്ത് ഉണ്ടെങ്കിൽ അത് നമ്മളെന്തായാലും ഓന് പിന്നെ അതിനെപ്പറ്റി ഒരു വേദന കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കൊണ്ട് പിന്നെ നമ്മള് അത് അധികം ചിലപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും, അതിനെ കൊണ്ട് വേദനയോ അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് ഇതാണ്. അപ്പോൾ അത് അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കും. നമ്മൾ ഇതിനെപ്പറ്റി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സർജറിൻ്റെ സമയത്ത് നമുക്ക് പറയാം എന്ന് നമുക്ക് ചോദിച്ചിട്ട്. ഞാൻ ഒരുപാടൊക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം നമ്മൾ അറിയുന്നത് തന്നെ ഒന്നുണ്ടാക്കി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അവരും അത് എന്നാണെന്നൊന്നും അറിയുന്നില്ല. ചെറിയൊരു ഇതായതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരത് ഇതാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അറിയാൻ കഴിഞ്ഞുകൊണ്ട് നമ്മളിനി എന്തായാലും സർജറിൻ്റെ സമയത്ത് നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പം എനിക്ക് കൃത്യമായിട്ട് പറയാൻ അറിയില്ല. അതാണ് ഹെർണിയേൻ്റെ പോലത്തെ ഒരു സംഭവം എന്നാണ് പറഞ്ഞത്. ഈ വയറിറക്കം അങ്ങനെയെല്ലാം പറയുന്നതിൽ ഇതാണെന്ന് പറഞ്ഞത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ സമയത്ത് നമ്മൾ അറിയിക്കാം. അപ്പോൾ നമ്മളൊരു കാര്യം നമ്മൾ കുടുംബത്തിൽ ഒന്ന് അറിയിക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ തിങ്കളാഴ്ച കണക്കിന് സർജറിക്ക് പോകണം. അപ്പോൾ അങ്ങനെയുള്ളത് അത് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ അതിൻ്റെ ബ്ലഡ് ടെസ്റ്റുകളും കാര്യങ്ങളായിട്ട് അങ്ങനെ പോയിട്ട് അതിൻ്റെ ഇതിലേനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അങ്ങനെ വീഡിയോ ആയിട്ട് നമ്മൾ എടുത്തിട്ടില്ലേനും. അപ്പോൾ നോക്കുമ്പോഴേക്ക് മണിയാട്ടൻ കുറച്ച് ദിവസം മുന്നേ കവി കർണാടകത്തിൽ പോയ സമയത്ത് കവി മണിയാട്ടനും കൂടിയിട്ട് അതെ ഒരു സാധനം ആക്കിനേനു. ഇവിടെ വന്നിട്ട് ഞാൻ ആക്കിന്, പക്ഷെ ആടിയാന്ന് ആദ്യം ആക്കിന്. അപ്പോൾ അത് അന്നേരം വീഡിയോ എടുത്ത് വെച്ചിനേനു. അപ്പോൾ അത് എന്തെങ്കിലും ആയിട്ട് അത് കിട്ടിയിട്ടില്ലേനു ചേട്ടന്. അത് മണിയാട്ടനെ അവിടെ ഇങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ടേനെ. പക്ഷെ എനിക്കിത് ആ ഫയൽ ഇതാകുന്നില്ലേ ഭയ്യ. ഇന്നലെ ഉച്ചക്ക് മണിയാട്ടൻ അതെല്ലാം എഡിറ്റ് ചെയ്തിട്ട് എൻ്റെ അടുത്തേക്ക് എഡിറ്റ് ചെയ്തിട്ട് മണിയാട്ടൻ തന്നെ ഒരു വീഡിയോ ആക്കിയിട്ട് ഇങ്ങോട്ട് അയച്ചു തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ വിരിച്ചു വന്നാൽ പിന്നെ ഇന്നത്തെ വീഡിയോനകത്ത് അത് ഉൾപ്പെടുത്താൻ വിരിച്ചു. ഹായ്, ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ അമ്മേൻ്റെ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ ഞാനത് ഇന്ന് സ്പെഷ്യൽ കേക്ക് ആക്കാൻ വേണ്ടി നോക്കലാന്ന്. അപ്പോൾ കുട്ടികളെല്ലാവരും ഉണ്ട്. അപ്പോൾ മൂത്ത ഏട്ടൻ്റെ മോന് വന്നേനെ. അപ്പോൾ അവൻ്റെ 2 കുട്ടികളെല്ലാവരും കൂടി അവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് വെച്ചാൽ കുട്ടികളെല്ലാം കൊണ്ട് എൻ്റെ വക ഒരു സ്പെഷ്യൽ കേക്ക് ആക്കി കൊടുക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ ഇത് വിപ്പിംഗ് ക്രീമാണ്. ഞാനിത് നമ്മളെ വീട്ടിലങ്ങ് വീട്ടിലുണ്ട്. അപ്പോൾ ഇന്ന് മണിയേട്ടന് വീട്ടിലില്ലാത്തത് കൊണ്ട് കയ്യിലാക്കുന്നൊരു സാധനം ഉണ്ട്. ഇങ്ങനെ കുട്ടികളെ ഇങ്ങനെ ആവുന്ന സാധനം അത് കൊണ്ടുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്ക് ആക്കാൻ എല്ലാ സാധനവും കൊണ്ടുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കേക്ക് ആക്കാൻ നോക്കലാന്ന്. അപ്പോൾ ഇത് വിപ്പിംഗ് ക്രീം ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ടാകുമ്പോൾ നമുക്ക് കേക്കിലേക്ക് പോവാച്ചിട്ടാണ്. സാധാരണ നമ്മൾ ആക്കുന്ന പോലത്തെ മറ്റേ കട്ടാക്കിയിട്ട് കഴിക്കുന്ന പോലത്തെ കേക്കല്ല. ഇത് വേറെ ഒരു ടൈപ്പ് കേക്ക് തന്നെയാണ്. അത് കണ്ടപാടന്നെ ഇങ്ങനെ ഫോണിൽ കണ്ടൊരു വായിൽ വെള്ളം വന്നിട്ട് എന്തായാലും ആക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ആക്കുന്നതാണ്. മാങ്ങയെല്ലാം ചേർത്തിട്ടുള്ള കേക്കാണ്. അപ്പോൾ നമുക്ക് പാൻ കേക്കിലേക്ക് പോവാം. വിപ്പിംഗ് ക്രീം എല്ലാം റെഡി ആകുമ്പോഴത്തേക്ക് ആൾക്കാർ കൂട്ടം എത്തിയിട്ടുണ്ട് ഓരോരുത്തരായിട്ട്. അപ്പോൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഇതാ വായിൽ വെള്ളം ഇറക്കിയിട്ട് നിൽക്കുന്നു. ഇപ്പം ആർക്കും തരൂല, കുറച്ച് തരാ. എന്നിട്ട് ബാക്കി കേക്കായ പിന്നെ കേട്ടാ. പിന്നെ ബാക്കി വയ്യ.
നല്ല രസമുണ്ട്. മതിയോ? ഇത് പിന്നെ എന്റെ ഏട്ടന്റെ മോന്റെ മോളാണ്, രണ്ടാമത്തെ മോള്. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ അവർക്കെല്ലാം ടേസ്റ്റ് കിട്ടി, അവരെല്ലാരും പോയി. ഇവർക്ക് ഇത് മതിയായിട്ടില്ല തോന്നിട്ട്. അപ്പൊ നമ്മളെ വിപ്പിംഗ് ക്രീം ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിന്റെ ആവശ്യം ലാസ്റ്റിലേ ആവശ്യമുള്ളൂ. അപ്പൊ അതുവരെ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പൊ അതിലിടക്ക് നമുക്ക് അതിന് വേണ്ടി കുറച്ച് കൂട്ടെല്ലാം ആക്കാനുണ്ട്, അതാക്കിയെടുക്കാം. അതെ, മണിയന്റെ കണ്ണുകൊണ്ട് അല്ലാണ്ട് മുട്ട പൊട്ടിക്കാൻ അറിയായിട്ടല്ല. അപ്പൊ മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി കുറച്ച് വാനില എസൻസ്. അപ്പൊ ഇനി കുറച്ച് മധുരത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പൊ ഇനി ഒരു ഗ്ലാസ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ സാധനവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം മിക്സിയിൽ ഇട്ടിട്ട് അരച്ചെടുത്തിട്ട് മാവ് പോലെ ആക്കി എടുത്തിട്ട് വരാം. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാം കൂടി അരച്ചെടുത്തിട്ട് ഇതായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കളറ് മഞ്ഞ കളർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ആ കളർ ഉണ്ടെങ്കിൽ കാണാനും നല്ല രസമുണ്ടാവും. അപ്പോൾ അങ്ങനെ കുറച്ച് ചേർത്തിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പം അങ്ങനെ നമ്മുടെ ദോശക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ദോശ ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുക്കണം. അപ്പോൾ നമുക്ക് പാന് വെച്ചിട്ടുണ്ട് അടുത്തിട്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കാം. നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നോക്കാൻ ഒരാൾ ഇവിടെ വന്ന് ഇരുന്നിട്ടുണ്ട്. എനിക്ക് ദോശ ചുടാനറിയാം? ദോശ ചുടാനറിയാം? ഇല്ല? എന്നാൽ പിന്നെ അമ്മായി ചുടുന്ന് നോക്കി പഠിക്കുക കേട്ടാ. നാളെ അമ്മായിക്ക് ചുട്ടു തരണ്ടേ? അതിന്റെ മൂടിയില്ലേ? മൂടിയുണ്ട്. ഇടാ, ഇനി മൂടി കൊടുക്കാം. നെയ്യ് നീ പിടിക്കുന്ന എന്നാ പിടിച്ചോന്നാ. അതും നെയ്യ് തന്നെ. എന്നാ ഇത് ബട്ടർ പിടിക്കോ, കളയല്ലേ. അപ്പൊ നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം. നീയാ ഇത് പൊള്ളുമ്മാ, ചൂടല്ലേ. അതായില്ലേ അമ്മായി പറയേ. ഓ നല്ല രസം കണ്ടല്ലേ, ഇങ്ങനെ എടുത്ത് തിന്നാൻ തോന്നുന്നുണ്ടല്ലോ. നിനക്ക് വേണ? ദോശ വേണ്ട. പിന്നെന്നാ വേണ്ടേ? മാമു ഇത് ദോശയല്ല മീ, ഇത് ദോശ പോലെ ആക്കിയിട്ട് ഒരു കേക്ക് ആക്കി തരും അമ്മായി കേട്ടാ. പിന്നെ ഇത് നമുക്ക് വാങ്ങാം. റെഡി ദോശ അടിപൊളി അല്ലേ? ആ ഇനി നെയ്യിടാം. ആയി. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള മാവും കൂടി ഇതേപോലെ നമുക്ക് ചുട്ടെടുക്കാം. പിന്നെ അച്ചമ്മക്കൂല്ലേ? ഉണ്ട്, എല്ലാ പപ്പക്കും ഉണ്ട്, അപ്പക്കും ഉണ്ട്, അതിക്കും ഉണ്ട്, നെച്ചക്കും ഉണ്ട്. പിന്നെ അവർക്ക് മാമുക്കും ഉണ്ട്. അപ്പോൾ നമ്മളിതാ പാൻ കേക്ക് ദോശ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല നേരിയ ദോശയാണ്. കളറ് ചേർത്തിട്ട് നല്ല മഞ്ഞ കളറുണ്ട്. അപ്പോൾ ഇനി മെയിനായിട്ട് ഇതിന് വേണ്ടിയ സാധനം മാങ്ങയാണ്. മാങ്ങ ഇനി മുറിച്ചെടുക്കണം, ചെറുങ്ങനെ ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഇത് തണിയുമ്പോഴത്തേക്ക് നമുക്ക് മാങ്ങ മുറിച്ചെടുക്കാം. മാങ്ങ വേണം മാങ്ങ. അപ്പോൾ മാങ്ങേൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുങ്ങനെ ഒന്ന് കട്ടാക്കി എടുക്കണം. നമുക്ക് കട്ടാക്കി എടുക്കാം. എങ്ങനെയുണ്ട്? മധുരണ്ടാ? മധുരം ഇല്ലെങ്കിൽ പറയാനോ? മാങ്ങന്റെ കളർ കാണുമ്പോൾ കേക്ക് ആവാത്തതിന് മുമ്പിൽ തന്നെ തിന്നാൻ തോന്നുന്നുണ്ട്. മണിയുടെ വായിൽ വെള്ളം വരുന്ന എന്നാന്ന് ടേസ്റ്റ് വയ്ക്കാം. നല്ല മധുരമുണ്ട്.
ഇതിന് ചെറുതായിട്ട് കട്ടാക്കാനാ. ചെറുതായിട്ട് ജ്യൂസാക്കാന് നമുക്ക് ഇന്നൊരു ജ്യൂസ് ആക്കാം. നമുക്കിന്ന് കേക്ക് ആക്കാം. മാങ്ങ ചെറുങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ദോശയും തണിഞ്ഞിട്ടുണ്ട്. വിപ്പിംഗ് ക്രീമും നമ്മൾ പുറത്തെടുത്ത് വെച്ചു. അപ്പോൾ ഇനി 3 വേറെ വേറെ ഉണ്ട്. നമുക്കിത് 3 കൂടി ഒന്നിപ്പിക്കാം. ഒന്നിലാക്കിയിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം. അപ്പോൾ നമുക്കിത് ഒന്നാക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചുട്ട് വെച്ച് ദോശ എടുക്കുക. അപ്പോൾ ഇതുപോലെ എടുത്ത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ മുറിച്ച് വെച്ച മാങ്ങ വെച്ച് കൊടുക്കാം. പിന്നെ ഇത് നമ്മൾ ഇപ്പുറത്തുനിന്നും ഇങ്ങനെ മടക്കിയിട്ട് ഒന്ന് ഇങ്ങനെ റോളാക്കിയിട്ട് കൊണ്ടുവരണം. അപ്പോൾ ഇതെങ്ങനെ റോളായിട്ടുണ്ട്. സൂപ്പറായില്ല കാണാൻ തന്നെ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇതേപോലെ എല്ലാം നമുക്ക് അതുപോലെ ആക്കിയെടുക്കാം. അമ്മ വരുന്നുണ്ട്. നോക്കാൻ തന്നെയാ ഡിസൈൻ ആക്കുന്നേ. അമ്മായി റെഡി. ഇങ്ങനെ കണ്ടെങ്കിൽ ഇറങ്ങി ഇവിടെ നിന്ന് കൊണ്ടുവന്ന് വെച്ച ഡിഷിൻ്റെ അങ്ങനെ ഉണ്ട്. സൂപ്പറായിന്, അടിപൊളി. അപ്പോൾ അങ്ങനെ റെഡി ആയിട്ട് ആൾക്കാർ എല്ലാവരും റെഡി. വെയിറ്റിംഗ്, നേരത്തെ വെയിറ്റിംഗ്. ഓരോന്നോരോന്ന് ഇടക്കിടക്ക് മാങ്ങ തിന്നോണ്ട് ഇത് ക്രീം നക്കിക്കൊണ്ടെല്ലാം പോയിക്കൊണ്ടിരുന്നു. ഇപ്പൊ മൊത്തത്തിൽ തരാം എല്ലാവർക്കും. എത്തോന്നേ നമ്മൾ അമ്മമ്മക്കൊന്ന് ഇത് ഇങ്ങോട്ടും തിന്നുമ്പോ അങ്ങോട്ടും പോകും. ഇതാ ഒറിജിനൽ ആയിട്ട് തിന്നല്ലേ അനന്യ. എങ്ങനെയുണ്ട് മകള്? സൂപ്പറാ, നല്ല രസമുണ്ട് എന്ന് പറ. എങ്ങനെയുണ്ട് ഇപ്പ? അമ്മ എങ്ങനെയുണ്ടമ്മ? കണ്ടീഷനായി കൊറേ നേരത്തിന് കൊതിച്ചോണ്ടുണ്ടായി ചെയ്തോണ്ടുണ്ടായി. എന്നാലും ചെയ്തതിന് ഫലമുണ്ട്. നല്ല കുളകുളായിട്ട് അങ്ങോട്ട് ഇട്ടാലും ഇങ്ങോട്ട് ഇറങ്ങുന്നത്. മാങ്ങയും ഉണ്ട്, ക്രീമും ഉണ്ട്, എല്ലാം മണിയെടുത്ത് നോക്കുന്ന നീ തിന്നാ? ഞാൻ തിന്നാ. അടുത്ത് നിങ്ങളെ കാണിച്ചിട്ടേ ഇല്ല, ഒന്ന് കാണിക്കട്ടല്ലേ. അങ്ങനെ ഇടുവാ നീട്ടാ. നേരായിട്ട് സൂപ്പർ ആയിന്. രസമുണ്ട് അല്ലേ? ഇത്ര സമയം മണിയാട്ടിനായിട്ട് കുടിച്ചിന്. ഋത്തിക്കിനെ പോലെ തിന്നാത്ത മുമ്പേ നല്ല രസമുണ്ട് എന്ന് പറയണ്ടല്ല. ഉള്ളില് മാംഗിയും ക്രീമും എല്ലാം കാണുന്നുണ്ട്. രസമുണ്ടല്ലേ? ക്രീമും മൂക്കിൽ വിട്ടല്ല തിന്നുന്നേട്ടാ. അപ്പൊ അങ്ങനെ നമ്മളെ കൊറിയൻ മാംഗോ പാൻ കേക്ക് നല്ല രസമുണ്ട്. എല്ലാരുടെ അഭിപ്രായം നല്ല രസം, നല്ല സൂപ്പറുണ്ട്. ഞാനിതെന്ത് ഇത്ര നേരം പെണ്ണാക്കുന്നത് പറഞ്ഞോണ്ടായി. അതിന്റെ ആദ്യ ഫലം പെണ്ണിന്റെ കൂടെ ക്യാമറമാനും ഉണ്ടായല്ലേ. മണിയേട്ടനാണ് കൂടെ നിന്നിട്ട് നല്ല രസമായിട്ട് വീഡിയോ എടുത്തിന്. മണിയേട്ടന് ടേസ്റ്റില്ല കൊണ്ട് സാധനം പാർസൽ ആയിക്കൊണ്ടുണ്ട്. വീട്ടിലേക്ക് പാർസൽ പോകുന്നുണ്ട്. അപ്പൊ അനന്യന്റെ അമ്മക്ക് കൊടുക്കാനാണ്. ഇവരെല്ലാം എടുത്ത് കഴിച്ചു. അപ്പൊ നല്ല രസമുണ്ട് പറഞ്ഞിട്ട് വീട്ടിലേക്ക് എടുക്കുന്നു. അപ്പോ ധന്യേച്ചി ഡ്യൂട്ടി പോയിട്ടുണ്ടായി. ഇതാ ഇപ്പൊ കേറി വന്നെയാണ്. അപ്പൊ നമ്മളെ സാധനങ്ങൾ റെഡി ആയിട്ടുണ്ട്. ചേച്ചി കൂടി ഒന്ന് ടേസ്റ്റ് നോക്കിട്ട് പറഞ്ഞാല് സമാധാനായി. എല്ലാവർക്കും ഇഷ്ടമായി. അവൾക്ക് ഇപ്പിങ് ക്രീം കിട്ടിയാലേ നല്ല ഉണ്ട് പറയണവള്. എങ്ങനെയുണ്ട്? ഇത് നല്ല വെറൈറ്റി പോകുന്നുണ്ട്. മഞ്ഞ കളർ ഡ്രസ്സും മഞ്ഞ കളർ കേക്കും. പണി വിട്ട് വന്നിട്ട് നല്ല സ്നാക്സ്. ചായ കട്ടൻ ചായ കിട്ടിയാ ശരിയായി. കൊള്ളാല്ലേ? അത് കുടിക്കാൻ കട്ടൻ ചായ റെഡി. ഞാൻ വിചാരിച്ച പോലെ
അപ്പൊ ഒന്നിന് ഞാനെന്ന് എന്നൊക്കെ ആയിപ്പോന്നാ വിചാരിച്ചിന്. അതെ, അപ്പൊ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ. പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.